വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിൽ ജീവിത നിലവാരത്തിൽ അസാധാരണമായ വ്യത്യാസങ്ങളും വരുത്തുന്ന നിലയിൽ സ്വർഗം തൊടുന്ന പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന ജീവിതത്തെ ധന്യമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. രൂത്തിന്റെ പുസ്തകം 2 അധ്യായം 3 വാക്യം. വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പിറക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്താണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് വ്യക്തമാക്കുന്ന ഒരു ദൂത്, മാനുഷികമായി ചെല്ലുവാൻ സാധിക്കുന്ന മേഖലകൾ, ഏത് മനുഷ്യനും എത്തുവാൻ കഴിയുന്ന ചില തലങ്ങളുണ്ട്. അവിടെ എത്തുന്ന ഒരനുഭവം രൂത്തിൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. മാനുഷികമായി എത്തുവാൻ ബോവസിൻ്റെ വയലിൽ അവൾക്ക് കഴിഞ്ഞു, രൂത്തിന് കഴിഞ്ഞു. അതാർക്കും സാധ്യമാ. എന്നാൽ അതിൻ്റെ അപ്പുറമുള്ള ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ചലിക്കുവാൻ മാനുഷികമായി കഴിയത്തില്ല. അത് ദൈവത്താൽ വെളിപ്പെട്ട് വരണം. അത് ദൈവത്തിൻ്റെ നിയോഗത്താൽ കർത്താവിൻ്റെ നടത്തിപ്പ് അതിനകത്ത് സംഭവിക്കണം. രൂത്തിൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ മാനുഷികമായി എത്തി നിൽക്കുന്ന ഒരിടമായിരുന്നു ബോവസിൻ്റെ വയലിൽ. അവൾക്ക് ചെല്ലുവാൻ കഴിയുന്ന ഒരു തലം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ഇന്ന് പകൽ ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, മാനുഷികമായി എത്തി നിൽക്കുന്ന ഒരിടത്താണോ ഇന്നും ജീവിതത്തിൻ്റെ സ്ഥിതിയായിരിക്കുന്നത്? മാനുഷികമായ ജീവിതത്തിൻ്റെ പാന്താവുകളിൽ ഏത് അവസ്ഥയിൽ, ഏത് സാഹചര്യത്തിലെ ജീവിതമായിരിക്കുന്നത്? അതിൻ്റെ തലത്തിൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, എൻ്റെ മേൽ ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തമുണ്ട് എന്ന്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ താൽക്കാലികം. അതിനകത്ത് സമയം കുറിച്ചിട്ടിരിക്കുന്ന ദൈവം മഹത്തായ ഒരു വാഗ്ദത്തം എൻ്റെ മേലുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൂത് പകരുക. രൂത്ത് ബോവസിൻ്റെ വയലിലെത്തിയപ്പോഴാണ് അവളുടെ അകത്തളങ്ങളിൽ ഒരു നിയോഗമുണ്ടാകുന്നു. അവൾക്കൊരു വീണ്ടെടുപ്പുണ്ട്, അതിമഹത്തായ ഒരു വാഗ്ദത്തമുണ്ട്. അത് മാനുഷിക തലത്തിൽ ചലിക്കത്തില്ല. അത് ദൈവകരത്തിൽ നിന്ന് മാത്രമേ അത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ദൈവം ഇടപെട്ടാൽ മാത്രമേ അതിനകത്ത് ചലനമുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട് ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, മാനുഷികമായി ചലിച്ചു നിൽക്കുന്ന മണ്ഡലം ഞാനിപ്പോൾ ആയിരിക്കുന്നത് ആർക്കും എത്താവുന്ന ഇടവ, ആർക്കും നിൽക്കാവുന്ന ഇടവ. എന്നാൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതല്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതല്ല. ഇവിടുന്ന് എനിക്കൊരു മാറ്റമുണ്ട്. ഉന്നതമായ നിലയിൽ, ശ്രേഷ്ഠമായ നിലയിൽ ഒരു അത്ഭുതത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ മേൽ മറഞ്ഞു കിടക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. രൂത്ത് ബോവസിൻ്റെ വയലിലേക്ക് ചെന്നത് അവരുടെ യോഗ്യത ഇതായിരുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ദരിദ്രർക്കും പരദേശികൾക്കും ഉള്ള ഒരു ഓഹരി, ആ ഒരു തലത്തിലാണ് അവൾ മാനുഷികമായി എത്തിയത്. എന്ന ദൈവിക വാഗ്ദത്തം ആ യോഗ്യത നോക്കിയല്ല, രൂത്തിൻ്റെ ആ സമയം നിന്ന യോഗ്യത നോക്കിയല്ല, അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുൻ പദ്ധതികൾ, ദൈവത്തിൻ്റെ മുൻ നിർണയങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം യോഗ്യതയ്ക്ക് അപ്പുറമായി, വിദ്യാഭ്യാസത്തിന് അപ്പുറമായി ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തവും ആഴവുമായി ഈ പകൽ ദൂത് വെളിപ്പെടുത്തുക. മാനുഷികമായി ചെല്ലാന്ന ഇടത്ത് എത്തിയ ദൈവത്തിൻ്റെ കരം ഇറങ്ങിയിരിക്കും. ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം തെളിയിച്ചു തന്നിരിക്കും.
യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത്, കാനാവിൽ വെള്ളം കർത്താവ് വീഞ്ഞാക്കുന്നത് യാതൊരു അനുഭവങ്ങളും അതിനകത്ത് വെളിപ്പെടാതെ ശൂന്യതയുടെ നിലവാരത്തിൽ ജീവിത സാഹചര്യങ്ങളായിരിക്കുമ്പോൾ മാനുഷികമായി ആർക്കും ചെല്ലുവാൻ കഴിയുന്ന ഒരിടം, അത് മറിയയുടെ ഹൃദയത്തിനകത്താ വെളിപ്പെട്ടു വന്നത്. അത് യേശുവിൻ്റെ അടുക്കലായിരുന്നു. ആർക്കും ചെല്ലാവുന്ന ഒരിടം, യേശുവിൻ്റെ അടുക്കൽ. അവിടെ ആ വിഷയത്തിന് പരിഹാരം കർത്താവ് വെളിപ്പെടുത്തിയില്ലേ? അതൊരു ശ്രേഷ്ഠമാക്കുന്ന, അതൊരു മഹത്വമാക്കുന്ന നിലവാരത്തിൽ കർത്താവ് സാഹചര്യങ്ങളെ തിരിച്ചില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, ആർക്കും ചെല്ലാവുന്നൊരു മേഖല ദൈവത്തിൻ്റെ സന്നദ്ധിയുണ്ട്, യേശുവിൻ്റെ അടുക്കലുണ്ട്. ഇന്ന് പകൽ ദൂത് വിശ്വസിക്കട്ടെ, ഞാൻ അവിടെ എത്തി നിൽക്കുകയാണോ? എൻ്റെ മുമ്പിൽ വഴികളില്ല, എൻ്റെ മുമ്പിൽ വാതിലുകളില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാൻ മാത്രം, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുവാൻ മാത്രം. ദൈവത്തിൻ്റെ പൈതലേ, ആ ഒരു തലത്തിലെത്തിയോ? വഴികൾ ഇനി മാനുഷികമല്ല, ഇനി ദൈവത്താല, ദൈവം നിർണയിച്ചതും ദൈവം നിശ്ചയിച്ചതും ദൈവത്തിൻ്റെ വൻ പദ്ധതികളും അതാ സംഭവിക്കാൻ പോകുന്നത്. മാനുഷികമായി ചുവടുവെപ്പുകൾ ദൈവത്തിൻ്റെ പൈതലേ, അത് ദൈവസന്നിധിയിലെത്തിയോ? അത് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോ? ഇനിയുള്ള വാഗ്ദത്തങ്ങൾ അത് സ്വർഗത്തിൻ്റെ കരങ്ങളിൽ കൂടിയാ. അത് ദൈവികമായ നിർണയത്തിൻ്റെ ആഴങ്ങൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്വർഗമിതാ ഒരുക്കി മാനിക്കുന്ന സമയമായിരിക്കുന്നു. ഇന്ന് പകൽ ദൂത് വിശ്വസിക്കട്ടെ. രൂത്ത് മാനുഷികമായി ചെന്ന മേഖല അവൾക്ക് വാഗ്ദത്തമാക്കി ദൈവം തീർത്തു. അവിടെ അവൾക്ക് രൂത്തിന് ചെല്ലാൻ പറ്റും. പക്ഷേ അടുത്ത മണ്ഡലം തുറക്കുക ഒരു മനുഷ്യർക്ക് കഴിയത്തില്ല, അത് ദൈവത്തിന് മാത്രമാ. ദൈവത്തിൻ്റെ പൈതലേ, ഇനി തുറക്കാൻ പോകുന്നത് ദൈവകരത്തിൻ്റെ വാതിലാണ്, ദൈവ പദ്ധതികളാ, ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയുടെ കരത്തിൻ്റെ അത്ഭുതകരമായ വാതിലുകളാ ഇനി തുറക്കാൻ പോകുന്ന. ഇന്ന് പകൽ ദൂത് ആഴത്തിൽ വിശ്വസിക്കട്ടെ. കർത്താവ് ചലിക്കും, ദൈവം പ്രവർത്തിക്കും, കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്ക് സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവെ. മാനുഷികമായി എത്തേണ്ട ഇടം, ആർക്കും എത്താവുന്ന ഇടം കർത്താവെ യേശുവിൻ്റെ അടുക്കലെത്തി കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച വിഷയത്തിന്മേൽ ഇനി നടക്കേണ്ടത് ദൈവവാഗ്ദത്വം. ഇനി ദൈവത്തിൽ നിന്നാ കർത്താവെ അങ്ങനെ ചലിക്കണം. രൂത്തിൻ്റെ ജീവിതത്തിൽ ദൈവസ്ഥിതിക്ക് മാറ്റം കൽപ്പിച്ചതുപോലെ ദൈവത്താലുള്ള ശ്രേഷ്ഠമായ വാഗ്ദത്തം ദൈവമക്കളുടെ മേൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.